ഹലോ ഗൈസ്, ഒരു PRA വ്ളോഗ് കണ്ടാലോ? ഞാനൊരു BSc അഗ്രികൾച്ചർ സ്റ്റുഡൻ്റാണ്. അപ്പോൾ സെക്കൻഡ് സെമ്മിലെ എക്സ്റ്റൻഷൻ എന്ന സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കൽസിൻ്റെ ഭാഗമായിട്ട് PRA ടൂൾസ് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ ഞങ്ങളൊരു വില്ലേജ് വിസിറ്റ് ചെയ്തു. കബനി റിവറിൻ്റെ അടുത്തുള്ള കൊളവള്ളി എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ്. PRA എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളൊരു റൂറൽ സ്ഥലത്തേക്ക് ചെന്ന് അവരുടെ സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് അവരുടെ പ്രോബ്ലംസും നോളജും ഒപ്പീനിയനും ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോജക്റ്റോ പ്രോഗ്രാമോ പ്ലാൻ ചെയ്യുക, ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പ്രോഗ്രാം പ്ലാനിങ്ങിലേക്ക് പോകുന്നില്ല, പക്ഷേ അവരുടെ സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് അതൊക്കെ മാപ്പ് ചെയ്ത് വെക്കുക. അതായിരുന്നു ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഒരു പ്രാക്ടിക്കലിന് വേണ്ടിയിട്ടൊരു ഫീൽഡ് ട്രിപ്പൊക്കെ ഞങ്ങൾക്ക് ഇത് ആദ്യമായിട്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളും ടീച്ചേഴ്സും കൂടി അങ്ങോട്ടേക്ക് ചെന്നു. ഫസ്റ്റ് തിങ് വി ഡിഡ് വാസ് ഫാമേഴ്സൊക്കെ കൂടി അവിടെ ഇരുന്നു, ഞങ്ങളെല്ലാവരും ചുറ്റുമായിരുന്നു. എന്നിട്ട് അവിടുത്തെ സിറ്റുവേഷനും പ്രോബ്ലംസും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. സോ ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കോമൺ ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫാമേഴ്സിനോട് ചോദിക്കാമായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ നേരത്തെ തന്നെ ഗ്രൂപ്പ് ആക്കിയിരുന്നു. ഓരോ ഗ്രൂപ്പിനും ഓരോ PRA ടൂൾസ് തന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫാമേഴ്സിനെ ചൂസ് ചെയ്ത് നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആ ഫാമേഴ്സിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാമായിരുന്നു. ഞങ്ങളുടെ ടീമിന് കിട്ടിയത് സീസണൽ കാലണ്ടർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നേ. അതായത് അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള 4 ക്രോപ്സ് നമുക്ക് സെലക്ട് ചെയ്യാമായിരുന്നു. എന്നിട്ട് ആ ക്രോപ്സിന് വേണ്ടിയിട്ട് ഓരോ മാസവും നമ്മൾ എന്തൊക്കെ പ്രാക്ടീസസ് ചെയ്യണം എന്ന് പ്ലോട്ട് ചെയ്തുകൊണ്ട് ഒരു കാലണ്ടർ പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിന് ഡിഫറെൻറ്റ് PRA ടൂൾസാണ് കിട്ടിയത്. ടൈം ലൈൻ പ്രിപ്പറേഷൻ, പിന്നെ റിസോഴ്സ് മാപ്പിംഗ്, വെൻ ഡയഗ്രാംസ്, മെട്രിക്സ് റാങ്കിങ്, അങ്ങനെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവരോട് സംസാരിക്കുമ്പോഴും ഇതൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ. പിന്നെ ഈ വില്ലേജ് എന്ന് പറയുമ്പോഴത്തേക്കും നിക്ര പ്രോജക്റ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അത് ഐക്കർ 2011 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അഡാപ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോജക്റ്റായത്. ഇതൊക്കെ പറയാൻ ഇത്ര സമയവും എനിക്കുള്ള നോളജും പോരാ. പക്ഷേ ഇതൊക്കെ എനിക്ക് നിങ്ങളോട് പറയണം, ഞങ്ങൾ അവിടെ പോയി എന്തൊക്കെയാണ് ചെയ്തത് എന്ന് നിങ്ങളെ കാണിക്കണം എന്നെനിക്ക് തോന്നി. ഇനി ഞങ്ങളുടെ സീസണൽ കാലണ്ടറിനെ പറ്റിയിട്ട് പറയാം. നെല്ല്, കുരുമുളക്, കവുങ്ങ്, ചേന, ഇതായിരുന്നു ഞങ്ങൾ സെലക്ട് ചെയ്ത 4 ക്രോപ്സ്. ബിക്കോസ് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത 2 ഫാമേഴ്സിനും മെയിനായിട്ടുണ്ടായിരുന്നത് ഇതൊക്കെയായിരുന്നു. പിന്നീട് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ ഫാമേഴ്സിന് പ്രസൻറ്റ് ചെയ്തു. സോ അവർക്ക് അവരുടെ ഒപ്പീനിയൻസും പിന്നെ ഞങ്ങളുടെ വരുത്തേണ്ട കറക്ഷൻസും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ. അതോടെ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി അവിടെ വെച്ച് ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോസ് നിങ്ങളെ കാണിക്കാം. അതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. See you in next video. Bye.